ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ദുബായിലെ ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഏരിയയിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് രാത്രി ഈ ഏരിയയൊക്കെ ദുബായ് ഈ ഭാഗമൊക്കെ കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ്. ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മൊത്തത്തിൽ എല്ലാ ബിൽഡിങ്ങുകളും, പിന്നെ നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്ത് തന്നെ നമുക്ക് ബുർജ് ഖലീഫ കാണാം. പിന്നെ ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ദുബായ് മാളിൻ്റെ ഉള്ളിലേക്കൊക്കെ എത്താൻ പറ്റും കേട്ടോ. അങ്ങനെ നല്ല ഒരു ഏരിയയാണ്. പിന്നെ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന ആ വിങ്സ് വെച്ചിട്ടുള്ള ഫോട്ടോ ഇല്ലേ, ബാക്കിൽ ബുർജ് ഖലീഫ വരുന്ന രീതിയിലും, അതൊക്കെ ഇവിടെയാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ കാണുന്ന പോലെയൊന്നല്ല, ഇവിടെ നല്ല ക്യൂ ആണ്. ഈ ക്യൂ ഒക്കെ നിന്നിട്ട് വേണം നമ്മളവിടെ പോയി ഫോട്ടോ എടുക്കാം. അതും അത്രയും ആളുകളുടെ മുന്നിൽ നിന്നിട്ട് വേണം കേട്ടോ പോസ് ചെയ്യാനൊക്കെ. പിന്നെ ഇത് ഇവിടെ നല്ലൊരു സ്ലൈഡർ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും കയറി. അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഫുൾ ഇരുട്ടാണ്, എടുത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നല്ല ലോങ് ആയിരുന്നു, നല്ല പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇതായിരുന്നു. ഞാൻ നല്ല ചക്ക വീഴുന്ന പോലെ ആളെ മുന്നിൽ പോയി വീണു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ മൊത്തത്തിലൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. നല്ല ഭംഗിയുള്ള ഏരിയ ആണ്. പിന്നെ മക്കളൊക്കെ നല്ല ഓടി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ബുർജ് ഖലീഫ കാണാൻ ഇങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ ആകുമ്പോൾ അവിടെ എന്താ പറയുക, അതിൽ ഒരുപാട് എന്താ പറയുക ലൈറ്റ്സും പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് മ്യൂസിക്കും, പിന്നെ നമ്മുടെ ദുബായ് മാളിൽ നല്ല വാട്ടർഫോളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നല്ലൊരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ താമരയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളിങ്ങനെ നടന്നു പോകുന്നത് ദുബായ് മാളിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. നമ്മൾ ഈ ബുർജ് ഖലീഫിൻ്റെ വീഡിയോ എടുക്കുന്നൊന്നും ബുർജിൻ്റെ താഴെ നിന്നിട്ടൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ചുറ്റുമുള്ള ഓരോ ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസും നമ്മൾ ഒരുവിധം കാണുന്ന വീഡിയോസൊക്കെ എടുക്കുന്നത്. ബുർജിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ അത്യാവശ്യം നല്ല റേറ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ദുബായ് മാളൊക്കെ ബുർജ് ഖലീഫിൻ്റെ തൊട്ടടുത്തായിട്ട് വരും. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബുർജിൻ്റെ വ്യൂ കിട്ടും. ഇതൊക്കെ ദുബായ് മാളിൻ്റെ ഉള്ളിലുള്ള വാട്ടർഫോളാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അവർ നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട്, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഓരോരുത്തർ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോകാൻ എന്തോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിൽക്കാൻ പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഒരു അരമണിക്കൂർ കൂടുമ്പോഴും വീക്കെൻഡിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ കുറച്ച് നേരം ഞങ്ങളത് നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടേക്ക് ചെന്നപ്പോൾ നമ്മുടെ ഈ കല്യാണ വീട്ടിലൊക്കെ ഇങ്ങനെ ലൈറ്റ്സൊക്കെ വെച്ച് ഒരുക്കിയിട്ടുണ്ടാവില്ലേ, അതേപോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ അവിടുന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഏതായാലും വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കണ്ടു. അപ്പോൾ നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാണാൻ. മൊത്തത്തിൽ ഇങ്ങനെ ഫുൾ ലൈറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ലോങ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മോള് ആ സമയമായപ്പോഴേക്കൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുന്നത് നമ്മുടെ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ എത്തുക. ഉള്ളിലേക്ക് തന്നെ ദുബായ് മാളിൻ്റെ ഒരു പുറം ഭാഗത്തേക്ക്, ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ പിന്നെ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ മെല്ലെ ആ വഴി പുറത്തേക്ക് ഇറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദുബായ് മാളിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് അങ്ങനെ പോകും. ഒരുപാട് കാണാനുണ്ട് ദുബായ് മാളിൻ്റെ ഉള്ളിൽ. പിന്നെ കുട്ടികളൊക്കെ എടുത്ത് എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. മക്കളും അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അവർക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ബുർജ് ഖലീഫൊക്കെ ഒന്നും കൂടി തിരിഞ്ഞൊക്കെ നോക്കി നമ്മളിങ്ങനെ ദുബായ് മാളിൻ്റെ ആ ഒരു എൻട്രൻസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ എന്തെങ്കിലും നാടൻ ഫുഡ് കഴിക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ നെയ്ച്ചോറും കറിയൊക്കെയാണ്. നെയ്ച്ചോർ കട പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്, അവിടെ പോയി അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഷോപ്പാണ് കേട്ടോ, ബീലബ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ അതിനൊരു ഹൈപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ കുറേ കാലമായിട്ടൊന്ന് ബീലബലിൽ പോയിട്ട് അന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും നോക്കുമ്പോഴും ഈ വഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാ ഔട്ട്ലെറ്റിലും ഭയങ്കര തിരക്കാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു മിഡ് നൈറ്റ് ആയാൽ പോലും അവിടെ ഭയങ്കര തിരക്കുണ്ടാവും കേട്ടോ.
ഇന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച് പോയതാട്ടോ. അപ്പം ഇവിടെ എന്താ ഒരു ദോശക്കല്ല് പോലത്തെ ഒരു ഇതിൽ അവർ എന്തോ ദോശ മാതിരി എന്തോ ചുട്ടെടുക്കുന്നൊക്കെ ഉണ്ട്. എന്തോ ഒരു സ്വീറ്റിൻ്റെ എന്തോ ഒരു ലെയറായിട്ടാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ എന്താ പിസ്താഷ്യൂ കൊശേരി എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഡിഷാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് അത്യാവശ്യം റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാർക്ക് പോയിരുന്ന് അത് കഴിച്ചു. സംഭവം നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. ഒരുപാട് പിസ്തയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സാധനമായിരുന്നു. പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. എനിക്കൊന്നും ഈ ഒരു ബോക്സിന് 25 ദിർഹം ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 6 ആൾക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം. നല്ല ഹെവിയാണ് കേട്ടോ സാധനം. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും എന്താ പറയുക, ഞാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ എല്ലാവരും ആർത്തിയോട് കൂടി കേട്ടോ വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചാണ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ മറ്റേ കുനാഫ മിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മതിയായിട്ടോ. പിന്നെ സാധനം ബാക്കിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒക്കെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉഷാറായി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.